ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അടുത്തു നിന്നിട്ടും അച്ഛന് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല, തിരിച്ചറിഞ്ഞതുമില്ല. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ലെന്ന് വേണം പറയാൻ. എല്ലായിടത്തും അച്ഛന് തെറ്റുപറ്റിപ്പോയി. സാരമില്ല, എല്ലാം ശരിയാവും. മോളെ, മോളച്ഛനോട് ക്ഷമിക്കേ. അയ്യോ, പറ്റിപ്പോയി, അച്ഛന് തെറ്റുപറ്റിപ്പോയി. അച്ഛൻ എന്നോട് ക്ഷമ പറയേണ്ട ഒരു കാര്യമില്ല. നിന്നെ കാണാൻ വരാതിരുന്നത് ഇങ്ങനെ നിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കുറ്റബോധം കൊണ്ടാ. നിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനുള്ള യോഗ്യത പോലും അച്ഛനില്ല മോളെ. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. അച്ഛന്റെ മോളല്ലേ ഞാൻ. അച്ഛൻ എപ്പോഴും എന്റെ നല്ലതിന് വേണ്ടി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കാനോ താഴ്ത്തി കിട്ടാനോ അച്ഛനൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നന്ദേട്ടനെ കരുതിയ അച്ഛൻ അവന്തിയെടുത്തെ വിശ്വസിച്ചെന്നും എനിക്കറിയാം. അതില് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യത്തിൽ തെറ്റ് ചെയ്തത് ഞാനും സച്ചേട്ടനോ. 7 വർഷം നന്ദേട്ടൻ അവരുടെ തടവറയിൽ അനുഭവിച്ച പീഡനങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും അച്ഛനോടത് ഞങ്ങൾ മറച്ചു വെച്ചു. ഞങ്ങളത് അച്ഛനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ സ്ത്രീയെ അച്ഛൻ എന്ന് നെല്ലിശ്ശേരിയെന്ന് പടിയിറക്കി വിടുമായിരുന്നു. നന്ദേട്ടന്റെ ജീവിതത്തിലും ഒരു പുതിയ വെളിച്ചം വരുമായിരുന്നു. പക്ഷെ മനഃപൂർവ്വം അല്ല ഞങ്ങൾ ഇതൊന്നും പറയാതിരുന്നത്. എന്നെങ്കിലും ഒരിക്കൽ നന്ദേട്ടനും അവരും തമ്മിൽ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. നന്ദം വീണുപോയപ്പോ അച്ഛന്റെ മനസ്സൊന്ന് പതറിപ്പോയി. പ്രായമായില്ലേ മോളെ, മക്കളുടെ തകർച്ച കണ്ട ഏതച്ഛനായാലും പതറിപ്പോവും. എന്റെ 3 ആൺമക്കളാ എന്റെ ശക്തി. അച്ഛൻ എന്നോട് ആ സമയത്ത് അങ്ങനെ പെരുമാറിയതിലൊന്നും എനിക്കൊരു പരിഭവവും ഇല്ല. പക്ഷെ ഞാൻ ആശുപത്രിയിലായിട്ടും അച്ഛൻ എന്നെ ഒന്ന് കാണാൻ വരാതിരുന്നപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മുമ്പിൽ നന്ദനെ സ്നേഹിക്കുന്ന പോലെ അവൾ ഒരുപാട് അഭിനയിച്ചു, കരഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവൾ ഈ സഹിക്കുന്നതെല്ലാമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ അവളെ കണ്ണടച്ച് വിശ്വസിച്ചു. ഇപ്പൊ അച്ഛന് എല്ലാം മനസ്സിലായി. നീയായിരുന്നു ശരി. എന്തായാലും അച്ഛൻ വന്നല്ലോ, എനിക്ക് സന്തോഷായി. ആശുപത്രിയിൽ നിന്ന് മോള് നേരെ വൃന്ദാവനത്തിലേക്ക് പോകാതെ നെല്ലിശ്ശേരിയിലേക്ക് വന്നേക്കണം. മോൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും അച്ഛൻ അവിടെ റെഡിയാക്കാം. കമലയോടും മാഷിനോടും ഞാൻ സംസാരിക്കാം. മോളെന്തു പറയുന്നു? നെല്ലിശ്ശേരിയിലേക്ക് വരുന്ന തന്നെയാ എന്റെ സന്തോഷം. പക്ഷേ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സ്വന്തം മോളുടെ പ്രസവ ശുശ്രൂഷ ചെയ്യാനും കൊച്ചുമോളെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുക രണ്ടുപേരും. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാച്ചാ വൃന്ദാവനത്തിലേക്ക് പോവാതെ നെല്ലിശ്ശേരിയിലേക്ക് വരാ? അച്ഛൻ വിഷമിക്കണ്ട. 1-2 മാസം അത് കഴിഞ്ഞാ ഞാൻ നേരെ നെല്ലിശ്ശേരിയിലേക്ക് വരില്ലേ? എന്റെ സ്വാർത്ഥത, ഞാൻ എന്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. അവര് നിന്റെ അച്ഛനും അമ്മയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി.
അച്ഛനിപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. അച്ഛൻ വന്നില്ല എന്ന് പറഞ്ഞ് എന്തൊരു സങ്കടമായിരുന്നു ഇവിടെ ഒരാൾക്ക്. ഇപ്പൊ സങ്കടമൊക്കെ മാറിയില്ലേ? എനിക്കിപ്പോ ഒരു സങ്കടമില്ല. അതെനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അല്ല, നേരത്തെ നേഴ്സ് കൊണ്ടുവന്ന ടാബ്ലറ്റ് കഴിച്ചിരുന്നോ? കഴിച്ചു. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, പക്ഷേ മുറിവിന്റെ ഭാഗത്ത് ചിലപ്പോഴൊക്കെ കൊളുത്തി വലിക്കുന്ന പോലൊരു വേദനയുണ്ട്. അത് മുറിവ് ഉണങ്ങാൻ തുടങ്ങുന്നതിന്. അത് സാരമില്ലേ. സന്ധ്യയെ, എന്താ അച്ഛാ? നന്ദനോട് നിനക്ക് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. അടുത്തു നിന്നിട്ടും അച്ഛന് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല, തിരിച്ചറിഞ്ഞതുമില്ല. അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ലെന്ന് വേണം പറയാൻ. എല്ലായിടത്തും അച്ഛന് തെറ്റുപറ്റിപ്പോയി. സാരമില്ല, എല്ലാം ശരിയാവും. അല്ല, അച്ഛൻ കുഞ്ഞിനെ കണ്ടില്ലല്ലോ. അത് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എവിടെയാ കുഞ്ഞ്? എനിക്ക് അവിടെ ഒന്ന് കാണണം. ഒരുപാട് അഗ്നിപരീക്ഷണങ്ങളിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച കുഞ്ഞാവള്. നെല്ലിശ്ശേരി വീടിന്റെ ഭാഗ്യം. ഇൻക്യുബേറ്ററില്. അച്ഛമ്മ, ഞാൻ കാണിച്ചു തരാം. അർച്ചന, ഞാൻ അച്ഛനെ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചിട്ട് വരാം. ശരി, എന്നാ അച്ഛൻ പോയിട്ട് വാ. ശരി മോളെ. നാഗദേവതകൾ കുടികൊള്ളുന്ന ചിത്രകൂടങ്ങളും സർപ്പക്കാവുകളും നിറഞ്ഞ് കളരിക്കൽ നാട്ടുവംശം. സി കേരളം അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ദാ, കഴിക്ക്. പുതിയ മെഗാ പരമ്പര. അച്ഛാ, നമ്മൾ എപ്പോഴാ ആശുപത്രി പോകുന്നേ? ഭാവിയെ കാണാൻ കൊതിയാവുന്നു. വാവയെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ പറ്റാത്തെ? വാവയെ ഇൻക്യുബേറ്ററിൽ വെച്ചിരിക്കുവാ, കാണാൻ പറ്റില്ല. നീ എന്തിനാ അവളെ നിരാശപ്പെടുത്തുന്നത്? പുറത്തുനിന്ന് കാണാൻ പറ്റും. പുറത്തുനിന്ന് കണ്ടിട്ട് എന്തിനാ? ആ കുന്തത്തിനകത്ത് കുഞ്ഞിനെ കാണുന്ന തന്നെ സങ്കടവാ. ഈ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ എന്താ? അതെ, അതൊരു ഉപകരണ മോളെ. വളർച്ചയെത്താതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വെക്കാനുള്ള ഉപകരണം. അപ്പൊ അച്ചുവിന്റെ അതിനകത്താണോ കിടക്കുന്നേ? അല്ല. എന്തായാലും എനിക്ക് വാവയെ കാണണം. ആശുപത്രിയിൽ നിന്ന് വാവ ഇങ്ങോട്ടാണോ വരിക, അതോ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോകൂ? നോക്കണ്ട,